ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഫിസിക്സ് പുതിയ സിലബസ് പ്രകാരമുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ച് കുട്ടികളും ഉണ്ട്, അതേപോലെ തന്നെ ടീച്ചറും ഉണ്ട്. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് ബോയ് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ, വായിച്ചു നോക്കാം. ടീച്ചർ ഷീ ഹാസ് കംപ്ലീറ്റഡ് 10 സ്വിങ്സ്. ടീച്ചർ ഇവൾ 10 സ്വിങ്സ് കംപ്ലീറ്റ് ചെയ്തു. പ്ലീസ് ആസ്ക് ഹെർ ടു ഗെറ്റ് ഓഫ് ദ സ്വിങ്. ഊഞ്ഞാലിൽ നിന്ന് എണീക്കാൻ പറയൂ. നൗ ഇറ്റ്സ് മൈ ടേൺ. ഇനി എൻ്റെ ഊഴമാണെന്നാണ് ആ ബോയ് പറയുന്നത്. പക്ഷെ അത് കേട്ട ആ ഗേൾ എന്താ പറയുന്നത്? ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 സ്വിങ്സ് ടീച്ചർ. ഞാൻ ആകെ 5 എണ്ണം മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്? യെസ് ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 സ്വിങ്സ്. അപ്പോൾ ടീച്ചർ ആ പെൺകുട്ടി പറഞ്ഞത് ശരിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ബോയ് പറഞ്ഞതും ഗേൾ പറഞ്ഞതും വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈ ഡിഡ് ദ ടീച്ചർ അഗ്രി വിത്ത് ദ ചൈൽഡ് ഓൺ ദ സ്വിങ്? എന്തുകൊണ്ടാണ് ഗേള് പറഞ്ഞത് അഗ്രി ചെയ്തത്? നമ്മൾക്കൊരു സ്വിങ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യണമെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ശരിയായിരിക്കും അല്ലേ. മേ ബി ആ ബോയ് പറഞ്ഞത് എന്തായിരിക്കും? തെറ്റായിരിക്കും, കൗണ്ട് ചെയ്ത് തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ ഊഞ്ഞാലാടുന്ന മോഷൻ എന്ത് മോഷനാണ്? നമുക്കറിയാം ഊഞ്ഞാൽ ഒരു റെസ്റ്റിൽ നമ്മൾ ഊഞ്ഞാൽ ഇരിക്കുകയാണ്, അതിവിടുന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വരും, പിന്നെ വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ ആ റെസ്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണല്ലേ. സോ ആ ഊഞ്ഞാലാടുന്ന മോഷനെ നമ്മൾ എന്താണെന്ന് പറയുക? അതിനെ പറയണതാണ് ഓസിലേറ്ററി മോഷൻ കേട്ടോ. ഓസിലേറ്ററി മോഷൻ സർക്കുലർ മോഷനാണോ ഓസിലേറ്ററി മോഷനാണോ എന്ന് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് എന്ത് പറയാം? ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഒരു ഫ്രീ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം ഒന്ന് നോക്കാം. ഈ ഒരു ഡയഗ്രാം നോക്കാം കേട്ടോ നിങ്ങൾ. അപ്പോൾ ആ ഡയഗ്രത്തിൻ്റെ അകത്ത് കാണാം ആദ്യം ഒരു ഒ എന്നുള്ള പൊസിഷൻ ഉണ്ട്. അവിടുന്ന് ബിയിലേക്ക് പോവും, പിന്നെ നമ്മൾ അവിടുന്ന് എയിലേക്കും കാണിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ എ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദ സ്വിങ്. ഒരു ഊഞ്ഞാലിൻ്റെ മോഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഫ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സ്റ്റേറ്റ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. എ ആണോ ഒ ആണോ ബി ആണോ ആൻസർ വരിക? ഒ ആണ് കേട്ടോ. ഇനീഷ്യൽ പൊസിഷൻ റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഒ ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓസിലേഷൻ എന്താണെന്നാണ് നമ്മളവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ്, ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താണ് പറയുന്നത്? നമ്മൾ മുമ്പിലേക്കും പോകുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്കും പോകുന്നുണ്ട്. എവിടെ? ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ ആ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വന്ന് എത്തിച്ചേരുന്ന ഒരു മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് ഫ്രണ്ടിലേക്ക് പോകുന്ന ടൈമും അതേപോലെ തന്നെ ബാക്കിലേക്ക് പോകുന്ന ടൈമും ഒക്കെ എന്താണ്? റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓസിലേഷൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? അപ്പോൾ നമ്മളിവിടെ ഫിഗർ നോക്കുക കേട്ടോ. ഈ ഫിഗർ 1.1 എ എന്ന് പറഞ്ഞ ഫിഗറിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓന്ന് ബിയിലേക്ക് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എ. സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ എ ആണ്. അപ്പോൾ 2a ആണോ a/2 ആണോ എ ആണോ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ എ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ്. അപ്പോൾ ഓസിലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾ എന്തായാലും ഡെഫിനേഷൻ പഠിച്ചു വെക്കണം, ഡെഫിനേഷൻസ് ചോദിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്
ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് നമ്മൾ പറഞ്ഞത്? സ്ഥാനാനന്തരം. അതായത് നമ്മളിപ്പോൾ ഈ ഓയിൽ നിന്ന് എയിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്താണ് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ ലെറ്റർ എ. ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ സിമ്പൽസ് പഠിച്ചു വയ്ക്കുക കേട്ടോ. സിമ്പൽ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. അതിൻ്റെ SI യൂണിറ്റും പഠിച്ചു വയ്ക്കുക. SI യൂണിറ്റ് മീറ്ററാണ്. സ്മോൾ ലെറ്റർ എമൗണ്ട് നോട്ടേറ്റീവ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു. അടുത്ത ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് പഠിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സിമ്പൽ പഠിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ SI യൂണിറ്റും പഠിക്കുക. ഇതൊക്കെ പഠിക്കാൻ പറയുന്നത് ഇത് വെച്ചിട്ട് പ്രോബ്ലം വരും. അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് യൂണിറ്റ് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ അവർ സിമ്പൽ തരികയാണെങ്കിൽ നമുക്കത് കണ്ടാൽ മനസ്സിലാക്കും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ പറയുന്നത്. ഓക്കെ, ഇനി വെൻ ഡസ് ദ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? ഒരു സ്വിങ് എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1.1b കണ്ടോ അടിയിൽ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി ദെൻ റിട്ടേൺസ് ടു O. അപ്പോൾ നമുക്കത് ഫിഗർ ഞാൻ കാണിച്ചു തരാം. ആദ്യം അവർ പറയുന്നത് ഓയിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി വീണ്ടും ഓയിലേക്ക് വരുമ്പോഴാണോ? അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O റീച്ചസ് A. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി ദെൻ ടു B ആൻഡ് ദെൻ ടു O. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത മോഷനാണ് എന്ത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഒരു ഓസിലേഷൻ അതാണ് കംപ്ലീറ്റ് ചെയ്യുക. ഓയിൽ നിന്ന് തിരിച്ച് എയിലേ പോയി വീണ്ടും ഓയിലേക്ക് വരുന്നതല്ല ശരി. ഓയിൽ നിന്ന് എയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ബിയിലോട്ട് പോയിട്ട് വീണ്ടും O. ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഏതാണ് വരിക? സെക്കൻഡ് ഓപ്ഷൻ ഇത് കേട്ടോ. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, പിന്നെ a swim complete one oscillation when the pendulum starts from O, goes to both sides and then returns to O. എന്താണ് a swim complete one oscillation when the pendulum starts from O? ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് goes to both sides and returns. രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ട് അല്ലേ? എയിൽ പോയി ബിയിൽ പോയി പിന്നെ വീണ്ടും ഓയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായെന്ന് പറയാം? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാം. an oscillation is completed when the body returns to its initial position in the same direction where it started. അതേപോലെ തന്നെ സെയിം ഡയറക്ഷൻ ആയിരിക്കണം. ഓയിൽ നിന്ന് എയിലോട്ട് പോയി ഈ ഡയറക്ഷൻ, പിന്നെ അവിടുന്ന് ബിയിലോട്ട് വന്നു, പിന്നെ വീണ്ടും ഓയിലോട്ട് വരുമ്പോഴും ഏത് ഡയറക്ഷനാണ്? ഈ ഡയറക്ഷൻ തന്നെയാണ് അല്ലേ? അത് രണ്ട് പോയിൻറ്റ്സ് ആണ്. ഓസിലേറ്ററി മോഷനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പോയിൻറ്റ്സ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. What if counting starts from a swing complete one oscillation when it starts from A, reaches B and returns to A? ഇനി നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഓയിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് പറയുന്നത്. എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എയിലാണെങ്കിൽ എന്ന് ബിയിലേക്ക് പോവും, എന്ന് ബിയിലേക്ക് പോവും, വീണ്ടും എയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. അടുത്തത് ചോദിച്ചിട്ടുള്ളത്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്ന അവസരം രണ്ട് കുട്ടികളുടെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഇത്ര സ്വിങ്സ് ആണെന്ന് പറഞ്ഞു, മറ്റേ കുട്ടി 5 സ്വിങ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൗണ്ടിങ് മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഒരു ഓസിലേറ്ററി മോഷൻ എങ്ങനെയാണ് കൗണ്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ എന്നാണ് പറയുന്നത്. അടുത്തത് ചോദിച്ചിട്ടുള്ളത്, ഗീവ് മോർ എക്സാമ്പിൾ ഓഫ് ഓസിലേറ്ററി മോഷൻ. അപ്പോൾ ഓസിലേറ്ററി മോഷൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് മോഷൻ ഓഫ് എ സ്വിങ്, ഊഞ്ഞാലിൻ്റെ മോഷൻ അല്ലേ? അതാണ് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരാം. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക്, ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മോഷൻ നമുക്ക് ഓസിലേറ്ററി മോഷനായിട്ട് പറയാം. അടുത്തത് ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ.
വൈബ്രേഷൻസ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. വൈബ്രേഷൻസ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. അടുത്തത് മോഷൻ ഓഫ് എ മാസ് ഓൺ എ സ്പ്രിംഗ്. മോഷൻ ഓഫ് എ മാസ് ഓൺ എ സ്പ്രിംഗ്. മോഷൻ ഓഫ് എ മാസ് ഓൺ എ സ്പ്രിംഗ്. അടുത്തത് വൈബ്രേഷൻ ഓഫ് ഗിറ്റാർ സ്ട്രിങ്സ്. വൈബ്രേഷൻ ഓഫ് ഗിറ്റാർ സ്ട്രിങ്സ്. ഗിറ്റാറിൻ്റെ സ്ട്രിങ്സിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഓസിലേറ്ററി മോഷനായിട്ട് പറയാം. അടുത്തത് പിസ്റ്റൺ ഇൻ ആൻ എൻജിൻ. പിസ്റ്റൺ ഇൻ ആൻ എൻജിൻ. പിസ്റ്റൺ ഇൻ ആൻ എൻജിൻ നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് നമ്മളോട് ചോദിച്ചേക്കാണ്, ഹാവ് യു എവർ നോട്ടീസ്ഡ് ഹൗ മെനി ഓസിലേഷൻ ദ പെൻഡുലം ഇൻ എ ക്ലോക്ക് കംപ്ലീറ്റ്സ് ഫോർ എ ടൈം ചേഞ്ച് ഓഫ് 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ ക്ലോക്കിലെ പെൻഡുലം എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 30 കേട്ടോ. 30 ആണ് ഒരു മിനിറ്റിൽ പെൻഡുലം നമുക്ക് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു പ്രോബ്ലം വരുന്നുണ്ട്. അത് തന്നെയാണ് അവർ പറയുന്നത്. ഇഫ് എ പെൻഡുലം ടേക്സ് 1 മിനിറ്റ് ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ. 30 ഓസിലേഷൻ ഉണ്ടാവാനെടുക്കുന്ന ടൈം 1 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ ഉണ്ടാവാനെടുക്കുന്ന ടൈം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റിൽ 30 ഓസിലേഷനാണ്. അപ്പോൾ ഒരു ഓസിലേഷൻ ഉണ്ടാവാനുള്ള ടൈം ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൽ നമുക്ക് എന്ത് എഴുതാം? 60 സെക്കൻഡ്സ് എന്ന് എഴുതാം അല്ലേ. 60 സെക്കൻഡ്സിൽ 30 ഓസിലേഷൻ ഉണ്ടാവുമ്പോൾ ഒരു ഓസിലേഷൻ എത്ര സെക്കൻഡ്സിലുണ്ടാവണേ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 60 × 1 = 30 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. കണ്ടുപിടിക്കണേനെ ഒറ്റയ്ക്ക് നിർത്തുക. അപ്പോൾ നമുക്കിവിടെ 60 × 1 60 ആണ്. 60 ഡിവൈഡ് ബൈ, ഇത് ഇൻറ്റു ആയിട്ടാണ് നിൽക്കുന്നത്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ആവും, 30 വരും. 60 ഡിവൈഡ് ബൈ 3 = 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര? 2. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം എത്രയാണ്? 2 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് പീരീഡ്. ഞാൻ ഈ പറയുന്ന ടേംസൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിന് ഡെഫിനേഷൻസ് ആയിട്ട് ചോദിക്കാം. ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ T ആണ് കേട്ടോ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ വരുന്നത് ക്യാപിറ്റൽ T ആണ്. SI യൂണിറ്റ് ഓഫ് പീരീഡ് വരുന്നത് സെക്കൻഡാണ്. സ്മോൾ ലെറ്റർ S. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 മിനിറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. 30 ആണെന്ന് അറിയാം അല്ലേ. 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻ എത്രയായിരിക്കും? ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻ കാണണമെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. 0.5 എന്ന് കിട്ടും. 0.5 എന്ന് കിട്ടും. അടുത്ത നമുക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് എന്താണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. എന്താണ്? 1 സെക്കൻഡിലുള്ള ഓസിലേഷൻ്റെ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി. നമ്മളിപ്പോൾ കുറച്ച് ടേംസ് പഠിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോരുത്. 4 ടേംസാണ് ഇന്ന് മെയിനായിട്ട് പഠിച്ചത്. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് വരുന്നത് ഹേർട്സ് ആണ്. ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വരുന്നത് സ്മോൾ ലെറ്റർ F ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്